എത്രയും നേരമായി ഞാൻ തിറ്റങ്ങളെ കാത്തിക്കണ്. 1-ാം നമ്പർ കൊടുത്ത് കാത്തിക്കുക. ഇത് വരെ വന്നില്ല. നിങ്ങൾ കാണിച്ചാനാ? ഞാനേ എൻ്റെ മരോളയും കൊണ്ട് വന്നാ. ഞാൻ ടോക്കനും എടുത്ത് വന്ന്. ഞാൻ എവിടുന്ന് വരുന്നുണ്ട് അറിയോ? കുറേ ദൂരെ ഞങ്ങള്. മലപ്പുറം ജില്ലയാണ്, അത് കുറേ അപ്പുറത്താ. നമ്പർ 1 ഓള് ഇതുവരെ വന്നില്ല. ഓക്കാണെങ്കിൽ ഓളമ്മൻ്റെ പ്രസവം ഇവിടുന്നാണോ എടുത്തത്. അതുകൊണ്ട് ഓളെ പ്രസവം ഇവിടെ തന്നെ എടുക്കണം. ഇവിടെ ഒരു ഐഷാബി ഡോക്ടർ ഉണ്ട്, അതിന് തന്നെ കാണിച്ചും വേണമെന്ന്. അല്ല വേറെ എടി ഡോക്ടർമാരില്ലാത്ത മാതിരി. ഇനിയിപ്പോൾ ഓലെ നിർബന്ധമല്ലേ അവിടെ ആയിക്കോട്ടെ അടിച്ചാൽ. ഞാൻ അപ്പം ഇത്ര ഗതിയായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഡോക്ടറെ കണ്ടിട്ടില്ല? ഞാൻ തരെ കണ്ടില്ല. ഈ ഡോക്ടർ അതേപോലെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ യൂട്യൂബ് ഒന്നും കാണില്ല. അല്ല ആർക്കപ്പം അതിനൊക്കെ നേരം ഉള്ള സമയം സലാത്തും ദിക്കറും ചൊല്ലി കുത്തിരിക്കല്ലാതെ. ഈ ഡോക്ടർമാരൊക്കെ എല്ലാവരും ഇപ്പം യൂട്യൂബ് തന്നെയാണല്ലോ ചെയ്യണേ. ഒട്ടൊരു കിട്ടുവയ്ക്കൂ. അല്ല, എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണാൻ നിൽക്കല്ലേ, നിങ്ങളെ സംശയമൊക്കെ ഡോക്ടറെ തന്നെ തീർത്താ പോരെ? ഇവിടെ ഒന്ന് വരണ്ടേ വരെ ഞാൻ കാത്തിക്കണ്ടേ? നിങ്ങൾ കാണിച്ചതാ? ഇല്ലല്ല, നമുക്ക് കാണാം. എപ്പം വന്ന് നിൽക്കുന്നുണ്ട് അറിയാം. ഞാൻ ഇവിടെ അടുത്തുനിന്നുള്ള നിങ്ങൾക്ക് വരാനപ്പം എത്ര ഇടങ്ങേറ്. ഞാനിപ്പോൾ എത്തും. പേഷ്യൻറ്റും കൂടെ ഉള്ളു, നോക്കിയിട്ട് വരാം. ഓക്കെ. കാണിക്കാനാ? നിങ്ങൾ കുറേ ദൂരെ നിന്ന് വരിക അല്ലേ? നമ്മളെ നേരത്തെ കണ്ടല്ലേ നിങ്ങളാണെന്ന്. അത് കുഴപ്പമില്ല, മരുമോൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു പുറത്തുനിന്ന്. നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇത്ര തിരക്കുണ്ടായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ റീലിടാൻ സമയം കണ്ടെത്തുന്നത്? ഒട്ടോരും പൈസ കിട്ടുമോ? എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നുള്ളത്. ഒട്ടോരം പൈസ കിട്ടുമെന്ന് വെച്ചാൽ പൈസേൻ്റെ അല്ല, ശരിക്കും നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞു കൊടുക്കും. അവർ ചിലപ്പോൾ ക്വാളിഫൈഡ് ആയിക്കൊള്ളണമെന്നില്ല, പൂർണ്ണ വിവരം കൊടുത്തോളണമെന്നില്ല, ചിലപ്പോൾ തെറ്റായ വിവരമായിരിക്കും ജനങ്ങളിൽ എത്തിക്കുക. അപ്പം അത് കണ്ടിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സ് ഇതിലോട്ട് ഇറങ്ങിയത്. ജനങ്ങളിലോട്ട് ശാസ്ത്രീയമായ, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, രോഗലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി കാണിച്ചാൽ പൂർണ്ണമായും നമുക്ക് സുഖം പ്രാപിക്കാൻ പറ്റും. സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കണം. സമൂഹത്തിലും നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ സമൂഹത്തിലുള്ളവരിലും എത്തിച്ചു കൊടുക്കണം. ആയിക്കോട്ടെ, നല്ല തന്നെ. താരെ കണ്ടതിൽ സന്തോഷം. ആയിക്കോട്ടെ, നല്ല കാണലായി പോയി. സാരമില്ല, കുഴപ്പമില്ല.